الحمد لله رب العالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد الله സഹോദരങ്ങളെ നമ്മൾ ലഹസത്തിൽ നിന്ന് കിതാബുൽ സിയാമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇതിലെ 3 അധ്യായങ്ങളെ കുറിച്ച് സംസാരിച്ചു. റമദാനിൽ നോമ്പ് നിർബന്ധമാണ് എന്നതിനെ അറിയിക്കുന്ന അതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം, നോമ്പിൻ്റെ തുടക്കം, അതിൻ്റെ ഒടുക്കം, ഏതാണ് അതിൻ്റെ സമയം എന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായം, പിന്നെ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്. അതിനുശേഷം അടുത്ത അധ്യായമായി മുസ്ലിം ഹഫിദുല്ലാഹ് നൽകുന്നത് ബാബുൻ ഫീ ബയാനി അഹ്കാമിൽ ഖദാഇ ലിസ്സിയാം. നോമ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ഖദാ വീട്ടുന്ന അതിൻ്റെ വിധികൾ അത് വിശദീകരിക്കുന്ന അധ്യായമാണ്. ഇതിൽ മുസ്ലിം പറയുന്ന കാര്യങ്ങൾ അനുവദനീയമായ ഏതെങ്കിലും കാരണം കൊണ്ട് റമദാനിലെ നോമ്പ് ഒരാൾ വീട്ടിച്ചു, എന്നാൽ അതല്ലെങ്കിൽ നിഷിദ്ധമായ ഏതെങ്കിലും മാർഗത്തിലൂടെ നോമ്പ് മുറിച്ചു, നോമ്പെടുത്തിട്ട് മുറിച്ചു, എങ്ങനെയൊക്കെയാണെങ്കിലും ഒരാൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നോമ്പ് മുറിഞ്ഞുന്ന കാര്യങ്ങൾ. അപ്പോൾ നോമ്പ് ഒരാൾ എടുത്തില്ല അനുവദനീയമായ കാരണങ്ങളിലൂടെ, ദീർഘയാത്രയാണ്, അല്ലെങ്കിൽ ശക്തമായ രോഗമാണ്, ഇതുപോലുള്ള കാരണങ്ങളിലൂടെ നോമ്പ് ഒഴിവാക്കി, അതല്ലെങ്കിൽ നിഷിദ്ധമായ ഏതെങ്കിലും മാർഗത്തിലൂടെ നോമ്പിനെ മുറിച്ചു, ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു റമദാനിൻ്റെ പകലിൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും വജബ അലൈഹിൽ ഖദാ, അപ്പോൾ അവന് ഖദാ നിർബന്ധമാണെന്നാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നോമ്പ് എന്ത് ചെയ്യണം? ഖദാ വീട്ടൽ നിർബന്ധമാണ്. ജിമായിലൂടെ, ഭാര്യയുമായുള്ള ബന്ധത്തിലൂടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ അവിടെ പ്രായശ്ചിത്തവും വേണമെന്ന് കഴിഞ്ഞ ദർശനങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഖുർആൻ പറയുന്നുണ്ട് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് ആ എണ്ണം എന്ത് ചെയ്യേണ്ടതുണ്ട്? പിടിച്ചുവിടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ പിടിച്ചുവിടുമ്പോൾ അതിൽ മുബാദറത്ത് കാണിക്കുക, വേഗം പൂർത്തിയാക്കുക എന്നുള്ളത് മുസ്തഹബാണ്, നിർബന്ധമാണെന്ന് വെച്ചല്ല. ഒരാൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന മാർഗത്തിലൂടെ നോമ്പ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത റമദാനിന് മുമ്പ് പിടിച്ചുവിടുക എന്നുള്ളത് നിർബന്ധമുള്ളൂ. എന്നാൽ വേഗതയിൽ പിടിച്ചുവിടുക എന്നുള്ളത് എന്താണ്? മുസ്തഹബാണ്, സുന്നത്തായ കാര്യമാണ്. കാരണം അവൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളതാണെന്ത്? ആ നോമ്പ് അത് എത്രയും വേഗം ചെയ്യുന്നു തീർക്കുക എന്നുള്ളത് മുസ്തഹബായ, പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ഇനി അനാവശ്യമായ കാര്യങ്ങൾക്കാണ് അങ്ങനെ നോമ്പ് വിട്ടത് എങ്കിൽ അതിന് ഏറ്റവും വേഗതയിൽ എന്ത് ചെയ്യണം? പൂർത്തിയാക്കൽ അനിവാര്യമാണെന്ന് ചില എന്ത് ചെയ്യുന്നുണ്ട്, ഉലമാക്കൾ പറയുന്നുണ്ട്. കാരണം അവന് ആ നോമ്പ് ഒഴിവാക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പിടിച്ചു വിടേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗതയിൽ എന്ത് ചെയ്യണം? അത് പൂർത്തിയാക്കണം. എന്നാൽ കാരണം എന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത റമദാനിന് പിടിച്ചു വിട്ടിയാൽ മതി, അതാണ് നിർബന്ധമുള്ളൂ. പക്ഷെ വേഗതയിൽ പിടിച്ചു വിടുക എന്നുള്ളതാണ് മുസ്തഹബ്. അതുപോലെ യുസ്തഹബ് അൻ യകൂന അൽ ഖദാഉ മുതതാബിഅൻ, ഇങ്ങനെ ഖദാ വീട്ടുമ്പോൾ 10 നോമ്പുകൾ ഖദാ വീട്ടാനുണ്ട്, അത് തുടർച്ചയായി വീട്ടുക എന്നുള്ളത് ഖദാ മുസ്തഹബാണ്, സുന്നത്താണ്, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. കാരണം അതാ ആയിട്ട് നോമ്പിൽ വീട്ടുന്നത് പോലെ തന്നെയാണ് ശേഷം വീട്ടുന്നത്. അപ്പോൾ തുടർച്ചയായി വീട്ടുക എന്നുള്ളത് നല്ലതാണ്, നിർബന്ധമല്ല. മുത്തഫരിഖായിട്ട് വേറെ വേറെ ചെയ്താലും മതിയാവും. ഒരാഴ്ചയിൽ ഒരു നോമ്പെടുത്തു, അടുത്ത ആഴ്ച വേറെ നോമ്പെടുത്തു, ഇങ്ങനെ ചെയ്യുന്നത് മതിയാകുന്നതാണ്. പക്ഷെ തുടർച്ചയായിട്ട് എടുക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. വഇല്ലം യഖ്ദി അലൽ ഫൗർ, തൊട്ടുടനെ എടുത്തിട്ടില്ല എങ്കിലും വജബ അൽ അസ്മു അലൈഹി, അത് എടുത്ത് വീട്ടുമെന്ന് തീരുമാനമെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഞാനത് എടുത്ത് വീട്ടുമെന്ന് അവൻ തീരുമാനിക്കണം. വയജൂസു ലഹു തഖീർ, അവനെ പിന്തിക്കുക എന്നുള്ള അനുവദനീയമാണ്. കാരണം അന്ന വഖ്തഹു മുവസ്സഉൻ, അത് പൂർത്തിയാക്കാനുള്ളതായ വഖ്ത് മുവസ്സഅൻ, വിശാലമായ സമയം എൻ്റെ മുന്നിലുണ്ട്. അടുത്ത റമദാൻ വരുന്നവരെ എന്തുണ്ട്? സമയമുണ്ട്. അപ്പോൾ നേരത്തെ ആക്കൽ മുസ്തഹബാണ്, തുടർച്ചയായി ചെയ്യൽ മുസ്തഹബാണ്. താമസിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, വേറെ ചെയ്യുന്നതിനും എന്തില്ല, കുഴപ്പമില്ല. ലാക്കിൻ ഇദാ ലം യബ്ഖ മിൻ ശഅബാന ഇല്ലാ ഖദ്റു മാ അലൈഹി, പക്ഷേ ഒരു കാര്യമുണ്ട്, അവൻ ഷഅബാനിലെത്തി, അവന് 15 ദിവസം നോമ്പെടുത്ത് വീടാനുണ്ട്. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം?
തുടർച്ചയായിട്ട് ഇനിയിപ്പോൾ ആകെ 15 ദിവസമേ ബാക്കിയുള്ളൂ ഷഅബാനിൽ, എന്നാൽ പിന്നെ അവന് തുടർച്ചയായിട്ട് വീടലെന്താണ് നിർബന്ധമാണ്. അതായത് സമയം ഇടുങ്ങിപ്പോയി, ഇനി വേറെ സമയമൊന്നുമില്ല റമദാനിന് മുമ്പ്, എന്നാൽ പിന്നെ എന്ത് ചെയ്യണം, നഷ്ടപ്പെട്ടത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, എടുത്ത് വീടണം. അത് തുടർച്ചയായിട്ടും എടുത്ത് വിടുക എന്നുള്ളത് നിർബന്ധമാണ്. അടുത്ത റമദാനിന് ശേഷം തേക്ക് പിന്തിക്കുക എന്നുള്ളത് അനുവദനീയമല്ല, ഒരു കാരണവും കൂടാതെ. കാരണം കൂടാതെ ഒരു റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാൻ വരെയും എടുത്ത് വിടാതിരിക്കുക എന്നുള്ളത് എന്തല്ല, അനുവദനീയമല്ല. അങ്ങനെ പിന്തിക്കൽ അനുവദനീയമല്ല, ലിഗൈരി ഉദ്രിൻ, കാരണമൊന്നും കൂടാതെ. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, കാന യകൂന അലയ്യ സൗമു ഫി റമദാൻ, റമദാനിലെ നോമ്പ് എനിക്ക് ഉണ്ടാകലുണ്ട്, നഷ്ടപ്പെട്ട നോമ്പുകൾ. അങ്ങനെ ഷഅബാനിലല്ലാതെ എനിക്കത് എടുത്തു വീടാൻ സാധിക്കാറുണ്ടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള കാരണത്താൽ. അപ്പോൾ ഷഅബാനിലായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്നത്, എടുത്തു വീടുന്നത്. അപ്പോൾ അടുത്ത റമദാനിന് മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു, എടുത്തു വീടുമായിരുന്നു. അങ്ങനെ എടുത്തു വീടുക എന്നുള്ളത് അനിവാര്യമാണ്, നിർബന്ധമാണ്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബന്ധിക്കാം, അത് കുഴപ്പമില്ല. ഒരാൾ രോഗം കാരണത്താലാണ് നഷ്ടപ്പെട്ടു പോയത്, ആ രോഗം എന്ത് ചെയ്യുന്നു, തുടർച്ചയായി നിൽക്കുകയാണ്, അടുത്ത റമദാൻ വരെയും അത് പ്രശ്നമാണ്. എന്നാൽ എന്ത് ചെയ്യാം, അതുകൊണ്ട് അടുത്ത റമദാനിലേക്ക് ശേഷത്തേക്ക് പിന്തിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി പുതിയ റമദാൻ വരുന്നത് വരെയും ഇവനിതിന് പിന്തിച്ചു. എന്നാൽ എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ ചെയ്യേണ്ടത് അടുത്ത റമദാൻ വന്നാൽ ആ റമദാനിൽ നോമ്പ് അവൻ എടുക്കണം. ആ റമദാനിൽ നോമ്പാണ് ഇപ്പോൾ എടുക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോമ്പ് കുറച്ച് ബാക്കിയുണ്ട്, പുതിയ റമദാൻ വന്നു. എന്നാൽ ഈ പുതിയ റമദാനിൽ നോമ്പ് ആദ്യം എന്ത് ചെയ്യണം, എടുക്കണം. വയഖ്ളി മാ അലൈഹി ബഅദു, എന്നിട്ട് ഈ റമദാൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ആദ്യം നഷ്ടപ്പെട്ടു പോയതിനെ ഖളാ വീട്ടണം. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ثم إن كان تأخيره لعذر لم يتمكن معه من القضاء في تلك الفترة فإنه ليس عليه إلا القضاء. ഏതെങ്കിലും കാരണം കൊണ്ടാണ് ഇവന് ഇങ്ങനെ ഈ റമദാനിന് മുമ്പ് എടുത്ത് വിടാൻ സാധിക്കാതിരുന്നത്, എന്നാൽ ശേഷം വീട്ടിയാൽ മാത്രം മതി, പിന്നെ വേറൊന്നുമില്ല, വേറെ പ്രായശ്ചിത്തങ്ങളൊന്നും വേണ്ട. എന്നാൽ വഇൻ കാന ലിഗൈരി ഉദ്രി, ഒരു കാരണവും കൂടാതെയാണ് അങ്ങനെ ചിന്തിച്ചത് എങ്കിൽ വജബ അലൈഹി മഅൽ ഖദാഇ ഇത്ആമു മിസ്കീനിൻ അൻ കുല്ലി യൗമിൻ നിസ്ഫു സാഇൻ മിൻ റുഖൂത്തിൽ ബലദ്, നോമ്പ് വീട്ടുകയും ചെയ്യണം. അതോടുകൂടെ ഓരോ നോമ്പിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ നാട്ടിലെ മുഖ്യാഹാരം ഏതാണോ അത് നിസ്ഫു സാ, അതായത് 1.5 കിലോ ഭക്ഷണം എന്ത് ചെയ്യണം, മിസ്കിന്മാർക്ക് ഓരോ നോമ്പിനും വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യണം. ഇത് ഇങ്ങനെ അഭിപ്രായം ഉലമാക്കൾക്കുണ്ട്. സൂക്ഷ്മതയ്ക്ക് നല്ലത് വീട്ടുന്നതിനോടുകൂടെ അങ്ങനെ കൊടുക്കലാണ്. അങ്ങനെ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഉലമാക്കളൊക്കെ ഉണ്ട്, വീട്ടിയൽ മതി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ സൂക്ഷ്മതയ്ക്ക് നല്ലത് എന്താണ്, നോമ്പെടുത്ത് വീടുന്നതിന്. കാരണം ഒരു കാരണവുമില്ലാതെയാണ് ഇവരെന്ത് ചെയ്തത്, നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ തൗബ ചെയ്യണം. അതുകൂടെ തന്നെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതും ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടതാണ് വിഷയത്തിൽ. ഇനി ഒരാൾ മരിച്ചുപോയി, വൈദാ മാത്തമൻ അലൈഹിൽ ഖളാ, അവനുണ്ട് ഖളാ വീട്ടാൻ കുറേ നോമ്പുണ്ട്, അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് ഇവൻ മരിച്ചുപോയി, എന്നാൽ ഫലാ ശൈഅ അലൈഹി, അവന് കുഴപ്പമൊന്നുമില്ല. ലിഅന്ന ലഹു തഅഖീറഹു ഫീ തിൽക്കൽ ഫിത്രത്തി അല്ലത്തി മാത ഫിഹ, കാരണം അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അവന് കുഴപ്പമില്ല, അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത റമദാനിന് മുമ്പ് വീട്ടുക എന്നുള്ളത് എന്തുള്ളൂ, നിർബന്ധമുള്ളൂ. ഇവന് അനുവദനീയമുള്ള കാര്യമാണ്, അനുവദനീയമായതുകൊണ്ടാണ് ഇവൻ ചിന്തിച്ചത്. അങ്ങനെ അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പേ അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ നോമ്പ് എന്ത് ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല, അവന് വലിയ യാതൊന്നുമില്ല. എന്നാൽ വഇൻ മാത ബഅദ റമദാൻ അൽ ജദീദ്, അടുത്ത റമദാൻ വന്നതിന് ശേഷമാണ് പിന്നീടാണ് എന്ത് ചെയ്തത്, മരിച്ചു പോയത്. ഫഇൻ കാന തഅഖീറുഹു അൽ ഖളാ ലിഉദ്രിൻ, ഏതെങ്കിലും കാരണത്താലാണ് ഇവനങ്ങനെ പിന്തിച്ചു പോയത് എങ്കിൽ കൽമറദി വസ്സഫർ, രോഗം, യാത്ര പോലുള്ളത്, ഹത്താ ദറക്കഹു റമദാൻ, അങ്ങനെ ഇരിക്കെ പുതിയ റമദാനും വന്നാൽ ഫലാ ശൈഅ അലൈഹി, അപ്പോൾ അവനെന്തില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരാൾ മരിച്ചുപോയി അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ്, എന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത റമദാനും വന്നതിന് ശേഷമാണ് ഇവൻ മരണപ്പെട്ടത്, ഇങ്ങനെ പിന്തിക്കുന്നതിന് ഇവനക്കൊരു കാരണം ഉണ്ടായിരുന്നു, എന്നാലും എന്തില്ല, പ്രശ്നമൊന്നുമില്ല. ഇനി വഇൻ കാന തഅഖീറഹു ലിഗൈരി ഉദ്രി, ഇനി ഇങ്ങനെ ഇവൻ പിന്തിച്ചതൊരു കാരണമില്ലാതെയാണ്, അടുത്ത റമദാനും വന്നു, അതിനുശേഷം അവൻ എന്ത് ചെയ്തു, മരിച്ചുപോയി. എന്നാൽ വജബത്തിൽ കഫാറത്തു ഫീ തരിക്കത്തിഹി, അവൻ അങ്ങനെ നഷ്ടപ്പെടുത്തിയതിന് അവൻ എന്ത് ചെയ്യണം, കഫാറത്ത് കൊടുക്കണം അവൻ്റെ മേൽ. ബിഅൻ യുഖ്റജ അൻഹു ഇത്ആമു മിസ്കീനിൻ അൻ കുല്ലി യൗമിൻ, ഓരോ ദിവസത്തേക്ക് എന്ത് ചെയ്യണം, ഓരോ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. കാരണം ആ റമദാനിന് പിടിച്ചുവിടുക എന്നുള്ളത് അവൻ എന്തായിരുന്നു, നിർബന്ധമായിരുന്നു എന്നുള്ള കാരണത്താൽ. ഇനി ഒരാൾ മരണപ്പെട്ടു, അവന് കഫാറത്തായ നോമ്പ് അനുഷ്ഠിക്കാനുണ്ട്. കഫാറത്തായ പ്രായശ്ചിത്തത്തിന് വേണ്ടി ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന ചില നോമ്പുകളുണ്ട്.
വിഹാർ എന്ന് പറഞ്ഞ് എന്താണ് ഒരു രീതിയുണ്ട്. ഭാര്യയെ ഉമ്മയെ പോലെ ആക്കുന്ന രീതിയിലുള്ള ഒരാൾ സത്യം ചെയ്തു. ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതിയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. സാധാരണ രീതിയിൽ നമ്മുടെ നാടുകളൊന്നും അങ്ങനെ ഇല്ലാത്തൊരു വിധിയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കഫാറത്തിൻ്റെ നോമ്പ് ഒരാൾക്കുണ്ട്, അങ്ങനെ അവൻ മരിച്ചുപോയി. അല്ലെങ്കിൽ വസൗമിൽ വാജിബി അൻ ദമിൽ മുതഅത്തി ഫിൽ ഹജ്ജി, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഹജ്ജിൻ്റെ തമത്തുആയി ഹജ്ജ് ചെയ്യുന്നയാൾ അവന് അറവന് സാധ്യമായി വന്നില്ല. അപ്പോൾ അവന് 10 ദിവസം നോമ്പെടുക്കണം. അതിൽ 3 ദിവസം ഹറമിൽ വെച്ചു, ബാക്കി 7 ദിവസം നാട്ടിൽ വന്നാലാണ് നോമ്പെടുക്കേണ്ടത്. ഇങ്ങനെ നിർബന്ധമായി അവൻ വീട്ടേണ്ട നോമ്പുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്തു? വീട്ടാൻ സാധിക്കാതെ മരണപ്പെട്ടുപോയി. എന്നാൽ ഫഇന്നഹു യുതഅമു അൻഹു അൻ കുല്ലി യൗമി മിസ്കിൻ, അപ്പോൾ അവന് എന്ത് ചെയ്യണം? മിസ്കീന്മാർക്ക് ഇവൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കണം. വലാ യുസാമു അൻഹു, അവനെ തൊട്ട് നോമ്പെടുത്ത് വിടേണ്ടതില്ല. അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമായിരുന്നു, പക്ഷേ അവൻ നോമ്പ് വീട്ടാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവൻ്റെ നോമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പിടിക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ഭക്ഷണം കൊടുത്താൽ മതി. ഇവനിങ്ങനെ ഇവനത് വീട്ടിയില്ല എന്നുള്ള കാരണത്താൽ. കാരണം നോമ്പ് എന്നുള്ളത് വേറൊരാൾക്ക് പകരമായി ചെയ്യുക എന്നുള്ളത് പറ്റൂല എന്നുള്ളതാണ്. ഒരാൾക്ക് രോഗം വന്നു, പ്രയാസകരമായി, എന്നാൽ പിന്നെ എൻ്റെ നമസ്കാരം നീ നമസ്കരിക്കുക എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ തന്നെയാണ് എന്തും നോമ്പ് വേറൊരാളെ തൊട്ട് പകരമായിട്ട് ചെയ്യുക എന്നുള്ളത് പറ്റും. ഹജ്ജ് പറ്റും, ഉംറയ്ക്കും പറ്റും. പക്ഷേ നോമ്പും നമസ്കാരവും എന്ത് ചെയ്യില്ല, അങ്ങനെ പറ്റുകയില്ല എന്നുള്ള കാരണത്താൽ നോമ്പ് അവന് വേണ്ടിയിട്ട് നമ്മൾ പിടിക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ഭക്ഷണം കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇതാണ് അധികം ഉലമാക്കളുടെയും ജുംഹൂറിൻ്റെയും അഭിപ്രായം. അതാണ്. ഇനി ഒരാൾക്ക് നോമ്പുണ്ട്, പക്ഷെ ആ നോമ്പ് ഈ പറയുന്ന രീതിയിലുള്ള നോമ്പല്ല, നെസിറായ നോമ്പാണ്, നേർച്ചയാക്കിയ നോമ്പാണ്. ഒരാൾ നേർച്ചയാക്കി, ഞാൻ എന്താണ് 1 മാസത്തോളം 1 മാസം നോമ്പനുഷ്ഠിക്കാം എന്ന് ഞാൻ നേർച്ചയാക്കുന്നു എന്നൊരാൾ പറഞ്ഞു. അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കി, സുന്നത്തായ കാര്യങ്ങളാണ് അങ്ങനെ നേർച്ചയാക്കുക. അത് നേർച്ചയാക്കി കഴിഞ്ഞാൽ ഈ നോമ്പ് ഇവൻ്റെ മേലെന്താവും? നിർബന്ധമാകും. അപ്പോൾ നിർബന്ധമായി കഴിഞ്ഞാൽ ഇങ്ങനെ നേർച്ചയാക്കിയ നോമ്പ് അത് എന്താണ് ചെയ്യേണ്ടത്? ഉസ്തുഹിബ്ബ വലിയിഹി അൻ യസൂമ അൻഹു. അപ്പോൾ ഈ മരണപ്പെട്ടു പോയ ആളുടെ വലിയ അവൻ്റെ അനന്തരാവകാശികളും തീരം അവന് വേണ്ടി ആ നോമ്പ് പിടിച്ചുവിടാം. കാരണം എന്താണ്? ഈ വിഷയത്തിൽ ഹദീസുണ്ട്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുണ്ട്. ഒരിക്കൽ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഇന്ന ഉമ്മി മാതത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, വഅലൈഹ സിയാമു നദിരിൻ, നേർച്ചയായ നോമ്പ് അവൾ എടുക്കാനുണ്ട്, അഫ അസൂമു അൻഹ, അവളെ തൊട്ട് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖാല നഅം, അതേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നേർച്ചയാക്കപ്പെട്ട നോമ്പ് എന്നുള്ളത് അതൊരു കടം പോലെയാണ്. ഒരാൾ മരണപ്പെട്ടയാൾക്ക് കടമുണ്ട്, 1,00,000 രൂപ കടമുണ്ട്, എന്നാൽ എന്ത് ചെയ്യണം? അനന്തരാവകാശികൾ വീട്ടിൽ നിർബന്ധമാണ് എന്ന് അവൻ്റെ സമ്പത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സമ്പത്തിൽ നിന്ന് കടം വീട്ടിയിട്ട് അനന്തരാവകാശികൾക്ക് ബാക്കി പോകുള്ളൂ എന്നതുപോലെ ഇത് ഇവൻ്റെ മേലുള്ള കടമാണ്. ആ കടം എന്ത് ചെയ്യണം? വീട്ടണം. അപ്പോൾ നേർച്ചയായ നോമ്പാണ് പിടിക്കാതെ മരണപ്പെട്ടു പോയതെങ്കിൽ അത് എന്ത് ചെയ്യണം? വീടണം. അതല്ലാത്ത നോമ്പുകൾ എന്ത് ചെയ്യേണ്ടതില്ല, വീട്ടേണ്ടതില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഭക്ഷണം കൊടുത്താൽ മതിയാകുന്നതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, യുസാമു അൻഹു നദ്റു ദൂനൽ ഫർദിൽ അസ്ലി, മരിച്ചുപോയ ആളെ തൊട്ട് നേർച്ചയാക്കപ്പെട്ട നോമ്പ് അവനെ തൊട്ട് എന്ത് ചെയ്യും? പിടിച്ച് വീടപ്പെടും. എന്നാൽ അടിസ്ഥാനപരമായ ഫർദുകൾ എന്ത് ചെയ്യില്ല, അങ്ങനെ വീടപ്പെടുകയില്ല. റമളാനിൽ നോമ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫർദായ നോമ്പുകൾ മരിച്ചയാൾക്ക് വേണ്ടി പിടിക്കേണ്ടതുണ്ടോ? പിടിക്കേണ്ടതില്ല. പക്ഷെ നേർച്ചയാക്കപ്പെട്ട നോമ്പാണെങ്കിൽ എന്ത് ചെയ്യണം? അത് പിടിക്കണം. അതാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെയും മറ്റു പലരുടെയും മദ്ഹബ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ അവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ദലീലുകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം നേർച്ച എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമായ ഒന്നായിരുന്നില്ല. അതെന്ത് ചെയ്താണ്? അവൻ സ്വയം അവൻ്റെ മേൽ നിർബന്ധമാക്കിയതാണ്. അപ്പോൾ അത് അവൻ്റെ മേൽ എന്തായി മാറി? കടമായി മാറി. അപ്പം പിന്നെ അതെന്ത് ചെയ്യണം? പിടിച്ചു വീഴണം എന്നുള്ളതാണ്. അപ്പോൾ കടത്തോടാണ് ഇതിനെ എന്ത് ചെയ്തത്? നബി ഉപമിച്ചത്. മുസ്ലിം ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഉമ്മ ആരിൽ നിന്ന് കടം വാങ്ങിച്ചാൽ നീ അത് വീട്ടണ്ടേ? അതുപോലെ എന്ത് ചെയ്യണം? അള്ളാഹുവിനുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹമായത് എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന അടിസ്ഥാനപരമായി നിർബന്ധമായ കാര്യം റമദാനിലെ നോമ്പ് പോലെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരാൾക്ക് പകരം ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. നമസ്കാരവും ഷഹാദത്തെല്ലാം പോലെ ഒരാൾ നമസ്കരിച്ചിട്ടില്ല, എനിക്ക് നമസ്കരിക്കാൻ പറ്റുമോ? ഒരാൾ ഷഹാദത്ത് പറഞ്ഞില്ല, എനിക്ക് പറ്റുമോ? അത് അവൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇബാദാത്തുകൾ അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അത് അവർ തന്നെ ചെയ്യേണ്ടതാണ്.
ചെയ്യേണ്ടതാണ് എന്നുള്ള കാരണത്താൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞു, യുത്അമു അൻഹു കുല്ല യൗമിൻ മിസ്കീനുൻ. ഇങ്ങനെ മരിച്ചു പോയിരിക്കുന്ന നേർച്ച ഫർളായ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയി, അവനെന്ത് ചെയ്തില്ല, പിടിച്ചുവിടാൻ സാധിക്കാതെ വാർദ്ധക്യത്തിലോ മറ്റൊക്കെ മരിച്ചുപോയി. അങ്ങനെയുള്ള ആളുകൾക്ക് ഓരോ ദിവസത്തേക്ക് എന്ത് ചെയ്താൽ മതി, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. ഒബിദാലിക അഖദ അഹ്മദു ഇസ്ഹാഖു വഗൈറുഹുമ. ഇമാം അഹ്മദും ഇസ്ഹാഖും എല്ലാം ആ അഭിപ്രായക്കാരാണ്. വഹു മുഖ്തദ അൻ-നദ്രി കമാ വ മൂജിബുൽ അസരി ഫഇന്ന അൻ-നദ്റ കാന സാബിതൻ ഫി ദമ്മത്തി ഫയുഫഅലു ബഅദ മുദ. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായി നിർബന്ധമായ നോമ്പുകൾ വിട്ടുപോയാലുള്ള കാര്യം ഇതാണ്. എന്നാൽ നേർച്ചയാക്കപ്പെട്ട നോമ്പ് എന്ത് ചെയ്യണം, അത് പിടിച്ചു വേണം എന്നുള്ളതുമാണ് ഹദീസുകൾ അറിയിക്കുന്നത്. ഇനി നോമ്പ്, അതേപോലെ നേർച്ചയായ നോമ്പ്, ഇതുപോലുള്ള കാര്യങ്ങൾ, അത് നേർച്ചയാക്കപ്പെട്ട വേറെ ഏത് കാര്യമാണെങ്കിലും അതെല്ലാം മരിച്ചുപോയ ആൾക്ക് വേണ്ടി പിടിച്ചു വീടണം എന്നുള്ളതിനെന്തില്ല, ഖിലാഫില്ല. ഫയുഫഅലു അൻഹു ബിലാ ഖിലാഫിൻ ഫിൽ അഹാദീസ് സ്വഹീഹ്. സ്വഹീഹായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്, നേർച്ചയാക്കപ്പെട്ട നോമ്പ് ഒരാൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ അതിനുശേഷം വീട്ടാതെ മരിച്ചുപോയാൽ അതെന്ത് ചെയ്യണം, വീടണം. മറ്റുള്ള ഫർദ് നോമ്പുകൾ പിടിച്ചു വീടുകയല്ല ചെയ്യേണ്ടത്, പിന്നെന്ത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഭക്ഷണം കൊടുക്കേണ്ടത് നിസ്ഫു സാ ആണ്. നിസ്ഫു സാ എന്ന് പറഞ്ഞാൽ പകുതി സാ, അതായത് നമ്മൾ സാധാരണ ഒരു സാ ആണ് ഫിത്ർ സക്കാത്തിനൊക്കെ കൊടുക്കുക, അതിന് നേരെ പകുതി. അത് പല അഭിപ്രായങ്ങൾ ഉലമാക്കൾക്കുണ്ട്. 2.5 കിലോയാണ്, 3 ആണ്, 2,250 എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ 3 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂക്ഷ്മതയ്ക്ക് വേണ്ടി 3 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരസാ എന്ന് പറയുമ്പോൾ അത്രേ. അപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്തു, 30 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചില്ല, നല്ല വാർദ്ധക്യത്തിലാണ്, അല്ലെങ്കിൽ മാറാൻ സാധ്യതയില്ലാത്ത രോഗമാണ്. അപ്പോൾ അവർക്ക് എന്താണ്, 30 ദിവസം നോമ്പില്ല, എന്നാൽ 30 ദിവസത്തേക്ക് എന്ത് ചെയ്യണം, 45 കിലോ അരി എന്ത് ചെയ്യണം, മിസ്കീന്മാർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇതാണ്. ഇനി അടുത്ത അവസാനത്തെ അധ്യായം ഈ വിഷയമാണ്. വാർദ്ധക്യം കാരണത്താൽ അല്ലെങ്കിൽ രോഗം കാരണത്താൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായ നോമ്പിൻ്റെ വിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ നോമ്പ് മുസ്ലിമീങ്ങളുടെ മേലെല്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നിർബന്ധമാണ്. എങ്ങനെയാണ് നിർബന്ധം? ഒന്നുകിൽ അദാ ആയിട്ട് റമദാനിൽ തന്നെ വീടണം, അല്ലെങ്കിൽ ഖളാ ആയിട്ട് വീടണം. എന്തെങ്കിലും കാരണങ്ങളുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, എല്ലാവർക്കും നിർബന്ധം തന്നെയാണ്. ഒന്നുകിൽ അതേ സമയത്ത് വീടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, യാത്രയാണ്, രോഗമാണ്, ശേഷം വീടണം. ഇനി വേറൊരു വിഭാഗമുണ്ട്, അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കാത്ത ആൾക്കാരാണ്. അദാ ആയിട്ടും സാധിക്കൂല, ഖളാ ആയിട്ടും സാധിക്കൂല. അങ്ങനെയുള്ള ആൾക്കാർ റമദാനിലും സാധിക്കൂല, പിന്നെയും സാധിക്കൂല. അങ്ങനെ അത് മൂന്നാമത്തെ വിഭാഗമാണ്. ആദ്യം പറഞ്ഞ 2 വിഭാഗം എന്ന് പറഞ്ഞാൽ അദാ ആയിട്ട് സാധിക്കുന്നൊരു വിഭാഗമുണ്ട്, അവരെടുത്തു വിടുക. വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അദാ ആയിട്ട് സാധിക്കൂല, പക്ഷെ ഖളാ വീട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും, അവർ എന്ത് ചെയ്യണം, ഖളാ വീട്ടണം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞതാണ് അദാ ആയിട്ടും വീട്ടാൻ സാധിക്കൂല, ഖളാ ആയിട്ടും വീട്ടാൻ സാധിക്കൂല. ഏതുപോലെ, കൽ കബീരിൽ ഹരിമി, നല്ല വാർദ്ധക്യം എത്തിയ ആളെപ്പോലെ, അല്ലെങ്കിൽ വൽ മരീദുല്ലദീ ലാ യുർജാ ബുർഉ, ഭേദമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത രോഗമുള്ള ആളുകളെ പോലെ. ഈ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖഫഫ അല്ലാഹു അൻഹു, അവർക്ക് അല്ലാഹു നോമ്പ് ചെയ്തിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട്. പിന്നെയോ ഫഔജബ അലൈഹി ബദല സിയാമി ഇത്ആം മിസ്കീൻ, നോമ്പിന് പകരം അവരെന്ത് ചെയ്യണം, ഭക്ഷണം കൊടുക്കലാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഓരോ ദിവസത്തേക്കും എന്ത് ചെയ്യുക, നിസ്ഫു സാ, നമ്മൾ നേരത്തെ പറഞ്ഞ അളവ് ഭക്ഷണം കൊടുക്കുക. കാരണം അള്ളാഹു പറയുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാളോടും അവന് കഴിയാത്ത കാര്യങ്ങൾ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല. മാത്രമല്ല വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഇത് ഇസ്ലാമിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വിധിയായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, അതിനെ മാറ്റപ്പെട്ടുവെങ്കിലും രോഗികൾക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ രോഗികൾക്ക് മാറുകയില്ല എന്ന് പേടിക്കുന്ന രോഗം വാർദ്ധക്യമുള്ള ആളുകൾക്ക് നിയമമുണ്ട്. അതായത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ നോമ്പ് നിർബന്ധമായിരുന്നുവെങ്കിലും അവർക്ക് എന്തുണ്ടായിരുന്നു, ഖിയാർ ഉണ്ടായിരുന്നു. ഒന്നുകിൽ നോമ്പെടുക്കാം, അല്ലെങ്കിൽ നോമ്പെടുക്കാൻ കഴിവുള്ളതിനോട് കൂടെ എന്ത് ചെയ്യാം, ഭക്ഷണം കൊടുക്കാം. രണ്ടാലൊന്ന് ചെയ്താൽ മതിയായിരുന്നു. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, എല്ലാവരും കഴിയുന്ന എല്ലാവരും നോമ്പെടുക്കണമെന്നാക്കി. പക്ഷേ ഈ നിയമം അവിടെ നിന്നു ആർക്ക് വേണ്ടിയിട്ട്, വാർദ്ധക്യത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ രോഗം ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകൾ, അവർക്ക് എന്ത് ചെയ്താൽ മതി, ഫിദിയ കൊടുത്താൽ മതി എന്നുള്ളതായ നിയമം നിലനിന്നു.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കാണാം ഈ ആയത്തിനെ കുറിച്ച്, ഹുവ ഷൈഖുൽ കബീർ, വാർദ്ധക്യമുള്ള ആളുകൾക്കാണിത്. അപ്പോൾ അവരെന്ത് ചെയ്താൽ മതി? ഭക്ഷണം കൊടുത്താൽ മതി. വൽ മർഅത്തുൽ കബീർ, അതേപോലെ തന്നെ വാർദ്ധക്യമെത്തിയ സ്ത്രീ, ലാ യസ്തതിആന അൻ യസൂമ, അവർ ഇരുവർക്കും നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. ഫൽയുത്ഇമാ മകാന കുല്ലി യൗമി മിസ്കീന, അപ്പോൾ ഓരോ ദിവസത്തേക്കും അവരെന്ത് ചെയ്യട്ടെ? മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്നാണ്. അപ്പോൾ ഭേദമാവുകയില്ല എന്ന് കരുതുന്നതായ രോഗികൾ ആരെ പോലെയാണ്? വാർദ്ധക്യം എത്തിയ ആൾക്കാരെ പോലെയാണ്. നല്ല വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാരാണ് അവരെ ഉപമിക്കുന്നത്. ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം ബാധിച്ചിരിക്കുന്ന ആളുകൾ. ഇനി അമ്മാമൻ അഫ്തറ ലിഉദ്രിൻ യസൂലു കൽ മുസാഫിരി, ഒരാൾ നോമ്പനുഷ്ഠിച്ചു, പക്ഷേ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ്, പക്ഷേ ആ കാരണം എന്ത് ചെയ്യുന്നതാണ്? നീങ്ങുന്ന കാരണമാണ്. ഏതുപോലെ? യാത്രക്കാരനെ പോലെ. അല്ലെങ്കിൽ വൽ മരീദ് മറദൻ യുർജാ സവാലു, മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗം ബാധിച്ച ആൾക്കാർ, യാത്രക്കാരൻ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും നിസ്സാരമായ രോഗങ്ങൾ, മാറുമെന്ന് പ്രതീക്ഷയുള്ളതായ രോഗങ്ങൾ ബാധിച്ച ആൾക്കാർ. അല്ലെങ്കിൽ വൽ ഹാമിൽ വൽ മുർദ്, ഗർഭത്തിലുള്ള സ്ത്രീ, മുലയൂട്ടുന്നതായ സ്ത്രീ. ഇദാ ഖാഫത അലാ അൻഫുസിഹിമ ഔ അലാ വലദിഹിമ, അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ നോമ്പെടുത്താൽ അവരുടെ നഫ്സിന് അപകടം ഉണ്ടാകുമെന്ന് പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ജീവൻ അപകടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ. അതേപോലെ വൽ ഹായിദ് വൻ നുഫസ, ഹൈദുകാരിയും നിഫാസുള്ള സ്ത്രീയും, പ്രസവരക്തമുള്ള സ്ത്രീയും, അതേപോലെ തന്നെ മാസമുറയുള്ള സ്ത്രീയും. ഫഇന്ന കുല്ലം മിൻ ഹഉലാഇ യതഹത്തമു അലൈഹിൽ ഖളാ, അവർക്കെല്ലാം ഖളാ വീട്ടൽ എന്താണ്? നിർബന്ധമാണ്. ബി അൻ യസൂമ മിൻ അയ്യാമിൻ ഉഖർ ബിഅദദിൽ അയ്യാമിൻ ലത്തി അഫ്തറഹ, എത്ര ദിവസം നോമ്പ് മുറിച്ചോ ആ ദിവസം എന്ത് ചെയ്യണം? ശേഷം എടുത്തു വീടണം. അല്ലാഹു പറഞ്ഞു, വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, ആരെങ്കിലും രോഗിയാണ് അല്ലെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് ആ എണ്ണം എന്ത് ചെയ്യണം? പിടിച്ചു വീടണം എന്ന് അല്ലാഹു പറഞ്ഞു. ഒരു രോഗിക്ക് നോമ്പ് മുറിക്കാം, പക്ഷേ ആ രോഗം എങ്ങനെയുള്ള രോഗമായിരിക്കണം? അല്ലദി യദുറുഹു സൗം, നോമ്പിന് പ്രയാസപ്പെടുത്തുന്ന രോഗമായിരിക്കണം. നിസ്സാരമായ രോഗമാണ്, അത് മുഖേന നോമ്പെടുത്താൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള രോഗത്തിന് വേണ്ടി നോമ്പ് മുറിക്കാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ തന്നെയാണ് യാത്രയും. വൽ മുസാഫിറു അല്ലദി യജൂസു ലഹു ഖസ്റു സ്വലാത്തി സുന്നത്തുൻ, അപ്പോൾ കസറാക്കൽ അനുവദനീയമായ രീതിയിലുള്ള യാത്ര, ചെറിയ യാത്രയല്ല. പിന്നെ കസറാക്കൽ നമസ്കാരം ചുരുക്കി നിസ്കരിക്കൽ അനുവദനീയമായ രീതിയിലുള്ള യാത്രയാണ്. അങ്ങനെയുള്ളതായ യാത്രയാണ് എങ്കിൽ ഈ യാത്രക്കാരനും അതേപോലെ തന്നെ പ്രയാസമുണ്ടാകുന്ന രോഗമാണെങ്കിൽ ആ രോഗിക്കും നോമ്പ് മുറിക്കുക എന്നുള്ളതാണ് എന്ത്? സുന്നത്ത്. നോമ്പ് മുറിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. പ്രയാസകരമായ രോഗമാണ് അല്ലെങ്കിൽ ദീർഘമായ യാത്രയാണ്, അപ്പോൾ അവരെന്ത് ചെയ്യണം? മുറിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഐ ഫൽ യുഫ്തിർ വൽ യഖ്ളി അദദ മാ അഫ്തറു, നോമ്പ് വിട്ടിട്ട് എന്ത് ചെയ്യണം? അതിന് പകരം അവൻ ആദ്യ എണ്ണങ്ങൾ പിടിച്ചുവിടണം. കാരണം അല്ലാഹു തആല പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമമാണിത്. അല്ലാഹു നമുക്ക് എളുപ്പം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പറയാണ് എനിക്കത് എളുപ്പമൊന്നും വേണ്ട എന്ന് പറയുന്നതല്ല ശരിയല്ല. അല്ലാഹു നമുക്കൊരു ഇളവ് തന്നിട്ടുണ്ടെങ്കിൽ ഇളവ് എന്ത് ചെയ്യാം? സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇത് പ്രയാസകരമായ രോഗമാണെങ്കിൽ അല്ലെങ്കിൽ പ്രയാസകരമായ യാത്രയാണ് എങ്കിൽ, നോമ്പ് ആ യാത്രയിൽ പ്രയാസകരമാണെന്ന് എനിക്കറിയാം, എന്നാൽ അവിടെ നോമ്പ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നല്ലത്. ഇനി ഒരാൾക്ക് ഉറപ്പുണ്ട് ഞാനിപ്പോൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ മരണപ്പെടും, അങ്ങനെയുള്ള രോഗമാണ്, അല്ലെങ്കിൽ ഈ യാത്ര കഠിനമായ യാത്രയാണ്, ഈ യാത്രയിൽ നോമ്പെടുത്താൽ എൻ്റെ ജീവൻ നടത്താൻ നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ട്, എന്നാൽ അവിടെ നോമ്പെടുക്കുന്നത് നിഷിദ്ധവുമാണ്. കാരണം ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ അനിവാര്യമായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതി ഉണ്ടായിരുന്നു, മാ ഖുയ്യിറ ബൈന അംറൈൻ ഇല്ല ഇഖ്താറ ഐസർഹുമ, രണ്ട് കാര്യങ്ങളിൽ നബിക്ക് തിരഞ്ഞെടുക്കാനുള്ളതായ അവകാശം കൊടുത്താൽ ഏറ്റവും എളുപ്പമുള്ളത് നബി എന്ത് ചെയ്യുള്ളൂ? തിരഞ്ഞെടുക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. രണ്ട് കാര്യം ചെയ്തോളാൻ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, എന്നാൽ അതിൽ ഏറ്റവും എളുപ്പമുള്ള എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുമായിരുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലൈസ മിനൽ ബിർരി സിയാമു ഫി സഫർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാത്രയിൽ നോമ്പെടുക്കുന്നതിലല്ല ബിർറുള്ളത്, നന്മയുള്ളത്. ഇത് പറഞ്ഞത് ഒരു യാത്ര വേളയിൽ എന്ത് ചെയ്തു? ഒരു മനുഷ്യനെ വളരെ കഠിനമായ പ്രയാസം പിടിച്ചിട്ട് ആളുകൾ ഇങ്ങനെ തണലിട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭാര്യയിൽ നോമ്പെടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി ഒരു മുസാഫിർ യാത്രക്കാരൻ നോമ്പെടുത്തു അല്ലെങ്കിൽ ഒരു രോഗി നോമ്പെടുത്തു, ഇത് അവന് പ്രയാസകരമായ രീതിയിലാണ്, എന്നാലും അതെന്താണ്? നോമ്പിനെ ബാധിക്കുന്നില്ല, നോമ്പ് സഹീഹ് തന്നെയാണ്. പക്ഷെ അങ്ങനെ
പ്രയാസകരമായ രീതി പിടിക്കുക എന്നുള്ള മഅൽ കറാഹത്തിനോട് കൂടി, അത് ഉചിതമായ കാര്യമൊന്നുമല്ല എന്നുള്ളതാണ്. ഹൈദ് നിഫാസുകാരിയാണെങ്കിൽ നോമ്പെടുക്കൽ നിഷിദ്ധവുമാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് എടുക്കാൻ പാടില്ല. ഇനി മുലയൂട്ടുന്ന സ്ത്രീയാണ്, അതല്ലെങ്കിൽ ഗർഭിണിയാണ്, എന്നാൽ യജിബു അലൈഹിം അൽ ഖളാഉ മാ അഫ്തറത മിൻ അയ്യാമിൻ ഉഖർ, അവർക്ക് ഖളാ വീട്ടൽ നിർബന്ധമാണെന്നുള്ളതാണ്. എത്ര നോമ്പ് നഷ്ടപ്പെട്ടു പോയി അത് ചെയ്യണം, ഖളാ വീട്ടണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട അഭിപ്രായത്തിലുള്ള മസലയാണ്. എന്നാലും ഉലമാക്കൾ പറയുന്നത് കാണാം. എന്താണ്, ഒരു സ്ത്രീ മുലയൂട്ടുന്ന സ്ത്രീയാണ്, അല്ലെങ്കിൽ എന്താണ് ഗർഭിണിയാണ്, അവൾ നോമ്പ് ഉപേക്ഷിച്ചിട്ട് അവളുടെ ജീവനെ പേടിച്ചിട്ടല്ല, പിന്നെയോ അല വലദിഹ, കുട്ടിയുടെ ജീവനെ പേടിച്ചിട്ടാണ്. എന്നാൽ ഖളാ വീട്ടുന്നതിനോട് കൂടെ എന്ത് വേണം? ഭക്ഷണവും കൊടുക്കൽ അനിവാര്യമാണ് എന്നുള്ളതാണ് പ്രബലമായ ഒരു പക്ഷം. അത് സൂക്ഷ്മതക്ക് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും മറ്റുള്ളവരുമെല്ലാം സഹാബികളിൽ നിന്ന് ഫത്വ നൽകിയിരിക്കുന്നത് ആരുടെ കാര്യത്തിൽ? ഗർഭിണി, അതേപോലെ മുലയൂട്ടുന്ന സ്ത്രീ, ഇദാ ഖാഫത അലാ വലദിഹിം, അവർ രണ്ടുപേരും അവരുടെ മക്കളുടെ കാര്യത്തിൽ പേടിച്ചിട്ടാണ് നോമ്പ് മുറിച്ചത് എങ്കിൽ അൻ തഫ്തിറ വ തുത്ഇമ അലാ കുല്ലി യൗമിൻ മിസ്കീന, അവരെന്ത് ചെയ്യണം? നോമ്പ് വിടണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ദിവസത്തേക്കും അവരെന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. ഇഖാമത്തൻ ലിൽ ഇത്ആമി മഖാമ സിയാമി, അപ്പോൾ ഇവിടെ എന്താണ്? നോമ്പെടുക്കേണ്ടതില്ല, പിന്നെ എന്ത് ചെയ്താൽ മതി? ഭക്ഷണം കൊടുത്താൽ മതി എന്നുള്ളതാണ് ഈ സ്വഹാബികളുടെ അഭിപ്രായം. അപ്പോൾ അതായിട്ട് എടുക്കാൻ അവർക്ക് സാധിക്കൂല. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ ചില ഉലമാക്കൾ പറയുന്നുണ്ട്, ചില ആളുകൾ രണ്ടും കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്, രണ്ടും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉലമാക്കൾ പറയുന്നത് ഇതിന് പകരമായിട്ടാണ് അള്ളാഹു ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നിയമിച്ചത്. അത് രണ്ടും എന്ത് ചെയ്യില്ല, ഒരുമിച്ച് കൂടുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഭക്ഷണം കൊടുത്താൽ മതി അങ്ങനെയുള്ള ആളുകൾ എന്നുള്ളതാണ് പ്രബലമായ പക്ഷം. ഒരാൾ നോമ്പുകാരനാണ്, അങ്ങനെ എന്ത് ചെയ്തു? നോമ്പ് മുറിക്കൽ അനിവാര്യമായ ഏതെങ്കിലും കാര്യം വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മുസ്ലിഫ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ മുങ്ങി മരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവനെ രക്ഷപ്പെടുത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? ക്ഷീണം കാരണമോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങുന്ന കാരണത്താൽ ചിലപ്പോൾ നോമ്പ് കുറഞ്ഞേക്കാം. ഇങ്ങനെയാണെങ്കിൽ അത് നിർബന്ധമാണെന്നാണ്. അവിടെ നോമ്പ് മുറിക്കൽ എന്താണ്? നിർബന്ധമായിട്ടും അത് ചെയ്യണം എന്നുള്ളതാണ്. പിന്നീട് എന്ത് ചെയ്താൽ മതി? പിടിച്ച് വീടിയാൽ മതി. വൈജിബുൽ ഫിത്ർ അലാ മൻ യഹ്താജ ഇലൈഹി, ഒരാൾക്ക് നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് അവൻ അതിലേക്ക് ആവശ്യക്കാരനായാൽ. ലി ഇൻകാദി മൻ വഖഅ ഫി ഹലകതി, ഒരാൾ നാശത്തിലേക്ക് പോവുകയാണ്, അവൻ രക്ഷപ്പെടുത്തണം. അപ്പോൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം. കൽ ഗരീഖ് വനഹി, മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ പോലെ. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുന്നു, അസ്ബാബുൽ ഫിത്രി അർബഅത്ത്, നോമ്പ് മുറിക്കാനുള്ള കാരണങ്ങൾ 4ആണ്. ഒന്ന് അസ്സഫർ, യാത്രയാണ്. മറ്റൊന്ന് വൽ മറദ്, രോഗമാണ്. മറ്റൊന്ന് വൽ ഹൈദ് നിഫാസ് പോലുള്ളതാണ്. മറ്റൊന്ന് വൽ ഖൗഫു മിൻ ഹലാകിൻ മൻ യുഖ്ഷ അലൈഹിൽ ഹലാഖു ബിസ്സൗമി കൽ മുർദി വൽ ഹാമിലി വമിസ്ലുഹു മസ്അലത്തുൽ ഗരീഖ്. എന്താണ്? നോമ്പെടുക്കുന്നത് മുഖേന ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയം നോമ്പ് കൊണ്ട്. ഇപ്പോൾ അത് ഇതുപോലെയാണ് മുലയൂട്ടുന്ന സ്ത്രീ നോമ്പെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്താണ് ഗർഭിണിയായ സ്ത്രീയുടെ പോലെ. അതേപോലെ തന്നെയാണ് എന്ത്? മസ്അലത്തുൽ ഗരീഖ്, മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ ഇത് ഭയം മുഖേനയുള്ളതായ കാരണമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? യാത്ര, രോഗം, അതേപോലെ തന്നെ ഹൈദ് നിഫാസ് മൂന്നാമത്തെ. മറ്റൊന്ന് എന്താണ്? ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ളതായ ഏതെങ്കിലും ഭയം, അത് മുഖേന. പിന്നെ അവസാനത്തെ മസ്അല, നോമ്പിന് വേണ്ടി എന്ത് ചെയ്യണം? തഅയീനു നിയ്യത്തി സൗമിൽ വാജിബി മിനൽ ലൈൽ, രാത്രിയിൽ വാജിബായ നോമ്പ്, നിർബന്ധമായ നോമ്പിന് രാത്രിയിൽ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. റമദാനിൽ നോമ്പ് രാത്രി തന്നെ നിയ്യത്ത് ചെയ്യണം. അതിൽ കഫാറത്തായ നോമ്പ്, പ്രായശ്ചിത്തത്തിൻ്റെ നോമ്പ്, നേർച്ചയുടെ നോമ്പ്, ഇതെല്ലാം രാത്രി തന്നെ നിയ്യത്ത് ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. അല്ലെങ്കിൽ ഖളാ വീട്ടുന്ന നോമ്പ്, അത് നിർബന്ധമായതാണ്. അതുകൊണ്ട് രാത്രി നിയ്യത്ത് ചെയ്യണം. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഏത് അമലും സ്വീകരിക്കപ്പെടുന്ന നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മുഖേന എന്ത് ചെയ്യണം? നെയ്യത്ത് ശീലം അനിവാര്യമാണ്. എന്നാൽ സുന്നത്തായ നോമ്പുകൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പകൽ നെയ്യത്ത് ചെയ്താലും മതി. ഒരാൾ പ്രഭാതത്തിലായി, രാവിലെ പ്രഭാതം 8 മണി അല്ലെങ്കിൽ 9 മണി, നോമ്പ് മുറിക്കുന്ന ഒരു കാര്യവും അതുവരെ അവൻ ചെയ്തിട്ടില്ല. എന്നാൽ സുന്നത്തായ നോമ്പിന് എന്ത് ചെയ്യാം? ആ സമയത്ത് നെയ്യത്ത് ചെയ്തിട്ട് പൂർത്തിയാക്കാൻ നോമ്പ്, അത് അനുവദനീയമാണ്. പക്ഷെ വാജിബായ നോമ്പാകുമ്പോൾ എന്ത് ചെയ്യണം? രാത്രിയിൽ തന്നെ നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ ഒരു ഹദീസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നിട്ട് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നോമ്പ് എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സുന്നത്തായ നോമ്പ് എന്ത് ചെയ്യാം? ആ രീതിയിൽ എടുക്കാം. പക്ഷെ ഫർളായ നോമ്പ് എന്ത് ചെയ്യണം?
രാത്രിയിൽ തന്നെ വേണം എന്നുള്ളതാണ്. നെയ്യത്ത് രാത്രിയിൽ തന്നെ വേണം. ഒരു മാസത്തെ പൂർണ്ണമായ നോമ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യ രാത്രിയിൽ തന്നെ നെയ്യത്ത് ചെയ്യൽ അനുവദനീയമാണ്. എന്നാൽ സൂക്ഷ്മതയ്ക്ക് നല്ലത് എല്ലാ ദിവസവും പുതുക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായി നെയ്യത്ത് ചെയ്ത് ഏതെങ്കിലും ദിവസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, പുതുക്കണം. പൂർണ്ണമായി ഒരാൾ നെയ്യത്ത് ചെയ്തു, ഇടയിൽ യാത്രയോ രോഗമോ കാരണത്താൽ 1, 2 നോമ്പ് നഷ്ടപ്പെട്ടു, എന്നാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, ആ നെയ്യത്ത് പുതുക്കുക എന്നുള്ളതും അനിവാര്യമാണ്. ഇതാണ് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസന്നിഫ് ഹഫിളഹുല്ല കൊണ്ടുവന്നിരിക്കുന്നതായ വിഷയങ്ങൾ. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലൊരു സംശയം ചോദിച്ചിരുന്നു. നമ്മൾ മറ്റേ